ഹലോ. 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 ആ ബ്രദർ, ഞാൻ എഡ്വിനാ. ആ പറയടാ. ഫ്രീ ആണോ? പറഞ്ഞോ പറഞ്ഞോ. അതില്ലേ, ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ആ അതായത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒപ്പം ഞാൻ ഇങ്ങനെ പോയപ്പോ അവന് ഉണ്ടായിരുന്നൊരു ഡൗട്ടാട്ടാ. ആ ആ ആ. അല്ല, അവന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കള്ളുകൂടിയൊക്കെ ഭയങ്കര മോശടാ, അത് തെറ്റാണ്, അങ്ങനെയൊക്കെ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു. ഏത് ഏത്? ഇവൻ കള്ളുകുടിക്കണ ആ ആ കാര്യമില്ലേ, ആ ആ. അപ്പൊ അതൊക്കെ ഭയങ്കര തെറ്റാണ്, അപ്പൊ അത് സ്വർഗരാജ്യത്ത് പ്രവേശിക്കലടാ, അങ്ങനെയൊക്കെ ഞാൻ കുറെ പറഞ്ഞ് അവനത് സെറ്റായി പോയതാട്ടാ. അത് കഴിഞ്ഞിട്ട് അവന്റെ അപ്പന്റെ അടുത്ത്, അവന്റെ അപ്പൻ ഭയങ്കര ദൈവഭക്തനാണെന്നാണ് പറയണേ. പക്ഷെ രണ്ടാൾക്കൊരു ഒരുമിച്ചിരുന്നിട്ടാ കള്ളുടിക്കണേ. തിമോത്തിയോസിനെ ഇത് അപ്പന്റെ ലേഖനം അടുത്ത് എടുത്തുണ്ടാവും. ഏതാ തിമോത്തിയോസിനെ ഇത് ലേഖനത്തിൽ ഒരു വാക്യം എടുത്ത് ചോദിച്ചിട്ടുണ്ടാവും. അതെ, അത് തിമോത്തിയോസ് അത്രല്ല എനിക്ക്, അതല്ല മെയിൻ ആയിട്ടൊന്നും. തിമോത്തിയോസ് ഞാൻ കണ്ടുപിടിച്ചതാ. എന്റെ അടുത്ത് മറ്റേ പ്രഭാഷകന്റെ പുസ്തകത്തിലുള്ളതില് 31 അധ്യായത്തില് അതിനകത്ത് ഇങ്ങനെ പറയുന്നത് നമ്മുടെ എന്തോ ഹൃദയത്തിന്റെ സന്തോഷത്തിന് ഉണ്ടാക്കിയെന്നോ അങ്ങനെ എന്താ പറയുന്നത്. പിന്നെ സങ്കീർത്തനത്തിലുണ്ട്. പിന്നെ ഈ തിമോത്തിയോസിന്റെ പുസ്തകത്തിൽ ഞാൻ എടുത്ത് നോക്കിയപ്പോഴേ ഇനിയിപ്പോ ഇതിനകത്ത് പറഞ്ഞേക്കണ ഇതിലുള്ള വൈൻ എന്ന് പറയുന്നത് ഈ ലഹരി ഇല്ലാത്ത വൈനായിരിക്കും എന്ന് കരുതി ഞാൻ മറ്റവിടത്ത് പോയി നോക്കി. അതെന്നറിയോ, നമ്മുടെ നോഹ പ്രവാചകൻ മറ്റേ കുടിച്ച് അവിടെ കിടന്നില്ലേ ആ മുന്തിരിത്തോട്ടത്തില്, അതിലുണ്ടായിരുന്ന ഗ്രീക്ക് ബൈബിളിലും ഇവിടെ ഉപയോഗിച്ച ഗ്രീക്ക് ബൈബിളിലും മറ്റേ ആ ഒരു വേർഡ് എടുത്തു നോക്കിയോ, അപ്പൊ അത് ഒന്യോസ്ന്നാ. അപ്പൊ അവിടെ എന്താ ലഹരി പിടിച്ചിട്ടിരിക്കുന്ന സാധനമാണെങ്കിൽ ഇവിടെയും ലഹരി പിടിച്ചിരിക്കുന്ന സാധനത്തിനാണല്ലോ ഒയിനോസ്. ട്രാൻസ്ലേഷൻ അല്ല ശരിക്കും. ഓൾഡ് ടെസ്റ്റമെന്റ് ശരിക്കും പറഞ്ഞാൽ ഈ നോഹയുടെ സംഭവത്തിൽ ഗ്രീക്ക് അല്ല ഹീബ്രു നോക്കണം. ഗ്രീക്കിലെല്ലാം ഇപ്പൊ മലയാളം പോലെ തന്നെയാ വൈൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിന് വേണ്ടിയിട്ട് അവര് ഒയിനോസ് ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ മദ്യം എന്ന് പറയുന്ന ആ ഒരു ഇത് ടിറോഷ് എന്ന് പോലെയും ഷെക്കാറ് ഇതൊക്കെയാണ് കഠിനമായ മദ്യം എന്ന് പറയുന്നത്. വീര്യം കൂടിയ ഒരു സംഭവം. ഇതും ഇനി ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും ഇപ്പൊ ഈ പറഞ്ഞ തിമോത്തിയുടെ ലേഖനവും സങ്കീർത്തനവും ഇതെല്ലാം വരുമ്പോഴും ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു വ്യത്യസ്തം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് പഴയ നിയമത്തിലെ വീഞ്ഞു കുടിക്കുന്നതിന് യാതൊരുവിധ പ്രശ്നമില്ല. അത് വീര്യം കൂടിയതും കുറഞ്ഞതും എല്ലാം കഴിക്കുമായിരുന്നു. അതേ പഴയ നിയമത്തിൽ തന്നെ ഒരു കാര്യത്തിൽ എക്സംഷൻ പറയുന്നുണ്ട്. നീ ദേവാലയത്തിലേക്ക് സമാഗമന കൂടാരത്തിലേക്ക് പോകുമ്പോൾ, സമാഗമന കൂടാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പേടകം ഇരിക്കുന്ന സ്ഥലം, കൂടാരത്തിലോട്ട് പോകുമ്പോൾ നീ എന്ത് ചെയ്യരുത്, നീ വീഞ്ഞു കുടിക്കരുത്. കുടിച്ചാ നീ മരിക്കും. അതിനകത്ത് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. ഇത് നമുക്ക് പണ്ട് ദൈവം അനുവദിച്ചില്ല. അതായത് കുറെ കല്യാണം കഴിക്കാൻ ദൈവത്തിന് ആഗ്രഹം വെച്ചാൽ ഒറ്റൊരു കല്യാണമാണല്ലോ. അതേപോലെ ദൈവം അനുവദിച്ചില്ല, അതേപോലെ അനുവദിച്ചതാണോ അതോ ദൈവം കുഴപ്പമില്ല കഴിച്ചോളാൻ പറഞ്ഞു? അല്ല, ഓൾഡ് ടെസ്റ്റമെന്റ് ഇതും തമ്മിലുള്ള ഒരു ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ റൺ ചെയ്യാണ്, നിത്യജീവൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഒന്ന് ഏദൻ തോട്ടത്തിലെ മനുഷ്യൻ എന്ന് പറയുന്നത് സർവ്വജ്ഞാനവും എല്ലാ അറിവും വിവേകവും ഉള്ള നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയേണ്ട ആവശ്യം പോലും ഇല്ലാത്ത അത്രയും ദൈവിക ശക്തിയുള്ള ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് ആദം പറയുന്നത് ഇത് എന്റെ അസ്ഥിയിൽ അസ്ഥിയും മാംസത്തിന് മാംസം, ഉറങ്ങിക്കിടന്നവൻ കണ്ണുറക്കുമ്പോൾ പറയുന്നതാ. കാരണം അവനത് അറിയാനുള്ള വിവേകവും ജ്ഞാനവും അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവനത് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു, മനസ്സിലാക്കുന്നു. അത് നഷ്ടപ്പെടുകയാണ്, ആ ജ്ഞാനവും വിവേകം എല്ലാം നഷ്ടപ്പെടുകയാണ് പാപം ചെയ്തതോടുകൂടി. അവൻ ശരിക്കും ആത്മമരണം സംഭവിക്കുന്ന പറഞ്ഞാൽ വെറുതെ ആത്മാവ് പോയി മരിച്ചു എന്നല്ല. ആത്മാവ് മരിക്കുന്നതോടൊപ്പം തന്നെ അവന്റെ വിവേകം ഇല്ലാതെയാവുന്നു, ജ്ഞാനം ഇല്ലാതെയാവുന്നു, ദൈവമായിട്ടുള്ള കണക്ഷൻ ഇല്ലാതെയാവുന്നു. ഇതോടുകൂടി അവനെല്ലാം ശരിക്കും പറഞ്ഞ സീറോയിലേക്ക് പോരുക. അവൻ ഒരുപാട് താഴോട്ട് പോകുന്നു അവന്റെ എല്ലാ കാര്യത്തിലും. ഇനി ആ മനുഷ്യൻ എപ്പോഴും ജഡത്തിന്റെ വ്യാപാരങ്ങൾ അനുസരിച്ച് ജീവിക്കത്തുള്ളൂ, ആ ജഡികമായിരിക്കും. അപ്പൊ അവൻ ഇത്തരം പാപങ്ങളിലേക്കും ഇപ്പൊ നോഹ ചെയ്ത പോലെയുള്ള സംഭവങ്ങളിലേക്കും അല്ലെങ്കിൽ തിന്മ പെരുകും, അങ്ങനെയൊക്കെ പോവും. പിന്നെ അത് പാപം. അല്ലെങ്കിൽ ഇപ്പൊ ആ കായൻ ആബേൽ എടുത്തു നോക്കുക, കായൻ ആബേലിനെ കൊന്നു, കൊലപാതകം. എല്ലാം ആ സ്പിരിറ്റിന്റെ അണ്ടറിലേക്ക് സംഭവങ്ങൾ പോവുകയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യകുലം മുഴുവൻ. അപ്പൊ എങ്ങനെ പാപം ചെയ്യാം, എങ്ങനെ തിന്മ ചെയ്യാം, ദൈവം പറഞ്ഞതിനും ചിന്തിച്ചതിനും എതിരായി തന്നെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക മനുഷ്യനെ കൊണ്ട്. അത് പെരുകി 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 വരികയാണ്. ദൈവികമായുള്ള വിജ്ഞാനമാണെങ്കിൽ അവന് നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി അവനെ ഒറ്റ ദിവസം കൊണ്ട് നേരെ തിരിച്ചു മാറ്റി മറയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, ഒരു ഗ്രാജുവൽ പ്രോസസ് തന്നെ വേണം. അപ്പൊ നീ ഇപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തില് നമ്മുടെ കത്തോലിക്കരായിട്ടുള്ള ഒരാളോട് നിങ്ങൾ വിഗ്രഹാരാധനാണെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുമോ? ഇല്ല. സമയമെടുത്ത് നമ്മൾ ഓരോ പോയിന്റോട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഇതൊരു ഉദാഹരണമാണ്. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റി ഒരു വിവാഹം കഴിക്കാൻ പാടുള്ളൂന്നോ, ആദത്തിന് ഹവ്വ മാത്രമാണെന്നോ, അല്ലെങ്കിൽ നീ മദ്യം കഴിക്കരുതെന്നോ, അല്ലെങ്കിൽ അടിമ പാടില്ലെന്നോ, അടിമത്ത വസ്തു പാടില്ലെന്നോ, ഇങ്ങനെ
നിന്റെ സഹോദരനാണ് അവനെന്നോ എന്നൊന്നും ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞാൽ ഇതൊന്നും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മനോഭാവം അല്ല അന്നത്തെ മനുഷ്യനുള്ളത്. കാരണം അത്രത്തോളം അവൻ സാത്താന്റെ അടിമയായി കഴിഞ്ഞു. അപ്പൊ അതിനൊരു ഗ്രാജുവൽ പ്രോസസ്സ് കൊടുക്കുകയാണ്. ആ പ്രോസസ്സ് ശരിക്കും ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് വരികയാണ്. പുറപ്പാടില് നിയമം കൊടുക്കുമ്പോൾ ആ നിയമത്തിന് ഓരോ നിയമം കൊടുക്കുമ്പോഴും ഈ പ്രോസസ്സിലേക്ക്, അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിക്കും നിയമം ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്കാൾ കട്ടിയാണ് പുതിയ നിയമം. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കൊടുത്ത 10 കൽപ്പന എന്ന് പറയുന്നത് ലിമിറ്റഡ് റെവലേഷൻ ആണത്. അതിന്റെ ഹാർഡ് റെവലേഷൻ എന്ന് പറയുന്നത് സ്ത്രീയെ ആസക്തിയോട് നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയുമായിട്ടുള്ള ബന്ധപ്പെടൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് തമ്മിൽ ഭയങ്കര ഒരു വലിയ വ്യത്യാസം കിടക്കാണ്. കാരണം അതൊരു ഗ്രാജുവൽ പ്രോസസ്സായിട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണിത്. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ കൂടുതൽ പാപത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്നും എങ്ങനെ അവന് ലിമിറ്റൈസ് ചെയ്യാം അവന്റെ പാപങ്ങളെ, അത് ഒറ്റ ദിവസം കൊണ്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവൻ ചാടിയപ്പുറത്ത് കിടക്കും. അപ്പൊ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, ഓരോ നിയമങ്ങൾ കൊടുക്കുന്നു. അപ്പൊ നിയമം കൊടുക്കുമ്പോൾ കൊല്ലരുത് എന്ന് നിയമം കൊടുക്കുമ്പോൾ സത്യത്തിൽ അവിടെ കൈകൊള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കൊല്ലരുത് എന്ന് പറയുന്ന നിയമം കൊടുക്കുന്നത്. ആ നിയമം കൊടുത്ത് ഇസ്രായേൽ കൊന്നോ എന്ന് ചോദിച്ചാൽ കൊന്നു. കൊല്ലരുത് എന്ന് അവർ ആ കൽപ്പന പാലിച്ചത് നോർമൽ കാര്യത്തിൽ മാത്രമാണ്. യുദ്ധത്തിൽ അത് വ്യത്യാസമാണ്. രാജ്യത്തിന്റെ നിയമവും തമ്മിൽ ഒന്ന് നോക്കുമ്പോൾ നേരെ വ്യത്യാസമാണ്. ഇസ്രായേൽ പോകുന്ന വഴിയിൽ അമലേക്കരെ നീ കൊല്ലണം എന്ന് തന്നെ ദൈവം തന്നെ പറയുകയാണ്. കാരണം അത് പാപം ചെയ്ത് അതുപോലെ അതായത് സ്വന്തം മക്കളുമായി മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുകയും മക്കളെ ബാലിന്റെ വിഗ്രഹത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ച് ചുട്ട് കത്തിക്കുകയും ചെയ്യുന്ന അത്രയധികം തിന്മകൾ ചെയ്യുന്ന ഒരു ജനതയാണത്. അതായത് സാത്താനെ ഡയറക്ട്ലി വർഷിപ്പ് ചെയ്യുന്ന ഒരു ജനത. അവരെ കൊല്ലണം എന്ന് തന്നെ ദൈവം പറയുന്നത്. ഒരു കോംപ്രമൈസും കാണിക്കണ്ട. അവരെയും അവരുടെ സകല സന്താനങ്ങളെയും കൊല്ലണം. അതുപോലെ വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന സംഭവം, വിഗ്രഹത്തിന്റെ മുൻപിൽ പ്രധാനപ്പെട്ട പൂജ എന്ന് പറയുന്നത് സെക്സ് ആയിരുന്നു. അപ്പൊ അതും ചെയ്ത സ്ഥലങ്ങള് അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഇങ്ങനെ ഇതിൽ ഈ പാപത്തിൽ ഏർപ്പെട്ട ഒരെണ്ണത്തിനെ പോലും വെക്കുക കളയണമെന്ന് പറയുന്നത് ദൈവത്തെ കാണാൻ പറ്റും. ഞാനൊരു എന്താ പറയാ, ഈ കാക്കാൻ കമന്റ് അടിച്ചൊരു സാധനം ഞാൻ കണ്ടിരുന്നു. അതായത് നിങ്ങളുടെ ദൈവം ജനോസൈഡ് ചെയ്യാനായിട്ട് അനുവദിച്ചതാണല്ലോ എന്ന് പറഞ്ഞിട്ട് പഴയ നിയമത്തിലൊരു വാക്യം. അതായത് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സ്ഥലവും ആ സ്ഥലത്തിന്റെ ചരിത്രവും നമ്മൾ പരിശോധിച്ചാലേ നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാവത്തുള്ളൂ. കാരണം അവിടെ ഉണ്ടായിരുന്ന ജനത ഇങ്ങനെയായിരുന്നു. ഇത്രയധികം തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനതയായിരുന്നു. ഒരു രീതിയിലും നമുക്ക് അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നോഹയുടെ കാലത്ത് പ്രളയം വരുന്നു, ജനം തിന്മ പെരുകി, ജനത്തെ നശിപ്പിച്ചു. ദൈവം ഒരു ഫിൽട്രേഷൻ നടത്തുന്നുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവം തന്റെ ജനത്തെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട് പല പ്രാവശ്യം. ആ ഫിൽട്രേഷൻ ഇസ്രായേൽ ജനത്തിലൂടെ നടത്തുന്നുണ്ട്. ദൈവം നേരിട്ട് പ്രകൃതി ദുരന്തങ്ങളിലൂടെ നടത്തിയിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിലൂടെയും ഇപ്പൊ സോദോം ഗൊമോറ പോലുള്ള സ്ഥലത്ത് അഗ്നിമഴ പെയ്യിപ്പിച്ച് അവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന സംഭവം. അപ്പൊ അങ്ങനെ ഒരു ഫിൽട്രേഷൻസ് നടക്കുന്നുണ്ട്. കാരണം അത് ഒരിക്കലും നന്നാവില്ല എന്ന് പറയുന്ന ജനത്തിനെയാണ് അങ്ങനെ ഫിൽട്ടർ ചെയ്തത്. എന്നാൽ സാധ്യതയുള്ള ജനങ്ങളെ ഉള്ളോ അതിനെ പൂർണ്ണമായിട്ടും തകർക്കുന്നില്ല. പതിയെ പതിയെ പതിയെ. എന്നാൽ അതുപോലെ തന്നെ ഗ്രാജുവലി അവർക്കൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് നിയമങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാണുന്ന നിയമങ്ങളാണ് നമ്മൾ ഈ പറയുന്ന മദ്യപിക്കരുത്, അല്ലെങ്കിൽ മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തില് മദ്യപാനം എന്ന് പറയുന്ന ഒരു നിയമം തന്നെ കൊടുത്തിട്ടില്ല. നേരെ തിരിച്ചാ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരുവൻ മദ്യപിച്ച് ലെക്ക് കെട്ട് കുടുംബത്തിന് അസ്വസ്ഥത ഉണ്ടാക്കി അത്രയും വലിയ പ്രശ്നമായി കഴിഞ്ഞാൽ മാതാവോ പിതാവോ വന്ന് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അവനെതിരെ നടപടി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ദേവാലയത്തിന്റെ അതോട് പ്രവേശിക്കുമ്പോൾ നീ മദ്യപിക്കരുത്, മരിക്കും. അത് ഇത്തിരി കഠിനമായിട്ട് കൊടുത്തിരിക്കുന്നത് ആ കാര്യത്തിൽ. അപ്പൊ അങ്ങനെ ആ ഒരു പ്രോസസ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും കൃത്യമായിട്ട്. കാരണം ദൈവിക പദ്ധതി അങ്ങനെ പോകുന്നത്, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണത്. അപ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റിൽ പ്രധാനപ്പെട്ട വിഷയം ശരീരത്തിന്റെ വിശുദ്ധിയാണ് അവിടെ തുടങ്ങുന്നത്. കാരണം ശരീരശുദ്ധിയാണ് തുടങ്ങിയിട്ടാണ് പിന്നെ ആത്മാശുദ്ധിയിലേക്ക് വരുന്നുള്ളൂ. ആത്മശുദ്ധി എന്ന് പറയുന്നത് സെക്കൻഡ് പ്രോസസ്സാണ്. അത് ക്രിസ്തുവിലൂടെ നടക്കുള്ളൂ എന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ ആദ്യത്തെ കാര്യമാണ് അവിടെ നടക്കുന്നത്. ആ ശരീരവിശുദ്ധിയുമായി ബന്ധപ്പെട്ട് നീ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നീ വിശുദ്ധനായിരിക്കണം, നീ മദ്യം കഴിക്കരുത് എന്നൊക്കെയുള്ള നിയമം കൊടുത്തിട്ടുണ്ട് അവിടെ. അതിനപ്പുറത്തിട്ട് കഠിനമായ റെസ്ട്രിക്ഷൻസ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ല.
മദ്യം കഴിക്കാം, അത് ഹൃദയത്തിനും അല്ലെങ്കിൽ വീഞ്ഞ് കഴിക്കാം, അതൊക്കെ നിന്റെ ആസ്വാദനത്തിനൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ കിടക്കുന്നത്. എന്നാൽ സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ വചനം മദ്യത്തെ കുറിച്ചുള്ള. അപ്പൊ അവിടെയൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് പറയുന്നത്. ശരീരത്തിന് അതിന്റെ കണ്ണിന്റെ തെളിമയ്ക്ക്, ശരീരത്തിന്റെ ഇതിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നത്. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന നോർമൽ വീഞ്ഞിനെ കുറിച്ചും അല്ലെങ്കിൽ ഇനി വീര്യമുള്ള മദ്യം കഴിച്ചാലും അവിടുത്തെ ഒരു പാപമായി മാറുന്നില്ല. എന്നാൽ പാപമായി മാറുന്നത് എവിടെയാ? ദേവാലയത്തിന്റെ അകത്ത് വരുമ്പോ അത് പാപം തന്നെയാണ്. ദൈവത്തിന്റെ ആലയത്തിൽ സമാഗമന കൂടാരത്തിലേക്ക് വരുമ്പോൾ ഇത് ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ലോ ഓഫ് റൂട്ട് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരിക. 1 കൊരിന്തോസ് 3:16 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലോട്ട് വരികയാണ്. അതായത് സമാഗമന കൂടാരത്തിന്റെ അകത്തുണ്ടായിരുന്ന ദൈവശക്തി, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലയമാണ്. അന്ന് ദൈവത്തിന്റെ ആത്മാവ് സമാഗമന കൂടാരത്തിന്റെ അകത്താണ് വസിച്ചിരുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അപ്പൊ സമാഗമന കൂടാരത്തിന്റെ അകത്തോട്ട് നീ മദ്യം കഴിച്ചുകൊണ്ടിരുന്നാൽ നീ മരിക്കും എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അവിടെ നീ മരണപ്പെടും, അത് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ന്യൂ ടെസ്റ്റമെന്റും ഓൾഡ് ടെസ്റ്റമെന്റും നമുക്ക് അവിടെ ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇതേ സെയിം സാധനത്തിന്റെ നിഴല് കാണാൻ പറ്റും. ആത്മശുദ്ധി എങ്ങനെയായിരിക്കണം, അവൻ ആത്മാവിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു നിഴല് കാണാൻ പറ്റും. പക്ഷെ അതിന്റെ കംപ്ലീഷൻ വരുന്നത്, പൂർത്തീകരണം വരുന്നത് ന്യൂ ടെസ്റ്റമെന്റിലാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. ഓരോ ശരീരവും ദൈവത്തിന്റെ ആലയമാണ്. ആ ശരീരത്തെ നശിപ്പിക്കരുത്, നശിപ്പിച്ച ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആലയം. ആ ആലയം ഒരിക്കലും മദ്യത്തിന് ഉപയോഗിക്കരുത്, ഇങ്ങനെയുള്ള തിന്മകൾക്ക് ഉപയോഗിക്കരുത്. അതായത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമ്മൾ അതിനെ ചിന്തിച്ചു നോക്കുക. ഇപ്പം നമ്മൾ വഴിയിൽ നടക്കുന്ന ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ടല്ലേ? എന്താ അവരെ കുറിച്ച് നമ്മൾ പറയാ? അവർക്ക് മെന്റലി ഇഷ്യൂ. ന്യൂ ജനറേഷൻ പറയുകയാണെങ്കിൽ കിളി പോയി എന്ന് പറയും അല്ലെ? സംഭവം അടിച്ചുപോയി കേസ്, സംഭവം അടിച്ചുപോയി. തമാശയെന്ന് പറയണെങ്കിലും അങ്ങനെ ആകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആക്ച്വലി ഇല്ലില്ല. അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്ന ആരാ? അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ എന്നെ എനിക്ക് പ്രാന്ത് പിടിച്ചവനെ പോലെ ഈ റോട്ടിൽ ഇങ്ങനെ കിളി പോയി നടക്കാൻ ആരും ആഗ്രഹിക്കില്ല. ഒരാളും ആഗ്രഹിക്കില്ല. അങ്ങനെയാണ് നീ എന്ന് നിന്നെ കുറിച്ച് സമൂഹം പറയാൻ നീ ആഗ്രഹിക്കുമോ? ഇല്ല. അപ്പൊ നിന്റെ ബോധമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞ. നീ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സാധനമാണ്. അത് ആഗ്രഹിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, സാത്താൻ. നീ കിളി പോയി നടക്കുക, നിന്റെ സുബോധം നഷ്ടപ്പെടുത്തണം, നിന്റെ ശാരീരികമായോ ആത്മീയമായോ നിന്നെ കൊല്ലണം, നിന്നെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുവനേ ഉള്ളൂ, പിശാച്. അവനാണ് ഇതിന്റെ പിന്നിൽ. അവനിലേക്കാണ് ഇവൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബുദ്ധിയില്ലാണ്ട് ഇങ്ങനെ ഇപ്പൊ ലോക സിനിമയില്ലേ, അതിന്റെ അകത്ത് പറഞ്ഞാൽ കസേരമേരിക്കല്ലേ കിളി പോയിട്ട് കണ്ണടയൊക്കെ വെച്ചിട്ട്, ഇതെന്തോ വലിയ സംഭവമാണെന്ന് പുതിയ തലമുറ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത്, ഞാൻ പറയുന്ന അവൻ തന്നെ സുബോധത്തിൽ നിൽക്കുമ്പോ ഒരു ഭ്രാന്തൻ നടന്നു പോകുമ്പോ നിനക്ക് അവനെ പോലെ ആകണോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും എനിക്ക് ആകണമെന്ന് പറയും. അങ്ങനെ ആകുന്നതിലും നല്ലത് മരിക്കുക. അതായത് കിളി പോയി നടക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ സുബോധം ഇല്ലാത്തവനായി നീ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവനേ ഉള്ളൂ പിശാച്. അവനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോ നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മളെ നശിപ്പിക്കാനോ മദ്യം കയറ്റാനോ മദ്യത്തിനോ യാതൊരുവിധ ഇതുമില്ല. തിമോത്തിയോസിനെ ഈ ലേഖനത്തിൽ പറയുന്ന കാര്യമാണെങ്കിൽ അത് ഒയിനോസ് തന്നെയാണ്. അത് അവരുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ് ഈ ഒയിനോസ് എന്ന് പറയുന്ന വീഞ്ഞ്. അല്ല, അത് ലഹരി ഉള്ളതല്ലേ? ഒയിനോസ് ലഹരി ഉള്ളതല്ല, വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഒയിനോസാ. ലഹരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലഹരി ഉണ്ട്, എന്നാൽ അത് മദ്യത്തിന്റെ ലഹരി അല്ല ഒയിനോസിനുള്ളത്. അല്ല, അപ്പൊ നമുക്കിപ്പോ ചെറിയ ലഹരിയിലുള്ളത് അനുവദനീയമാണെന്നാണോ? അല്ല, ഒയിനോസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പം ആപ്പിള് പോലെയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള പല ഫ്രൂട്ട്സിനും ശരിക്കും പറഞ്ഞാൽ ഒരു ആൽക്കഹോളിക് പവർ ഉണ്ട്. അല്ല, ഒട്ടുമിക്ക ഫ്രൂട്ട്സ് ഐറ്റംസിനും ഒരു ചെറിയൊരു ആൽക്കഹോളിക് പവർ ഉണ്ട്. അതൊരിക്കലും ലഹരിയല്ല അതിന്റെ ഒരു ഇതില്. അത് ആ ഫ്രൂട്ട്സിലൊക്കെ ഉള്ളൊരു പെർസെന്റേജ്, അതിന്റെ പെർസെന്റേജ് എത്ര ശതമാനമൊക്കെ ഉണ്ട് ഓരോന്നിലും. അതുകൊണ്ടാണ് പല സംഭവം ഇപ്പൊ വീട്ട് മറ്റേ അതൊക്കെ പുളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ട് വരുന്നതിന്റെ ഒരു കാരണം. എന്നാൽ അത് ഓവർ ആവുകയാണ് മറ്റേതിലൊക്കെ. കൂടുതലായിട്ട് പുളിപ്പിച്ചു കഴിഞ്ഞാൽ മദ്യത്തിന്റെ മത്ത് കെടുന്ന അവസ്ഥയിലേക്ക് ശക്തമായിട്ട് വരുന്നത്. എന്നാൽ മറ്റു സംഭവത്തിന് നമുക്ക് ഒരിക്കലും ഈ മദ്യത്തിന്റെ മത്തൊന്നും ഉണ്ടാവത്തില്ല.
ഈ പറയുന്ന ഒയിനോസിന് തന്നെ. ഒയിനോസ് നോൺ ആൽക്കഹോളിക് ആണോന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഉള്ളത് എത്രയോ വളരെ നിസ്സാരം പെർസെന്റേജ് ആണ് അത് ഈ ഫ്രൂട്ട്സിലുള്ള. പറഞ്ഞു അപ്പൊ നമുക്ക് അതിനൊരു ലിമിറ്റേഷൻ, ഇത്ര ലിമിറ്റ് ഒരു അനുവദനീയമാണ്, ഇതിന് ശേഷം കുഴപ്പമില്ല, അതൊക്കെ നമ്മളിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ. അത് ശരിക്കും പറഞ്ഞ ആ വീഞ്ഞ് ഉദ്ദേശിക്കുന്നതിന്റെ കാരണം തന്നെ ക്രിസ്തു ഒരു ലഹരിയാണ്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തില്. അതിനു വേണ്ടിയിട്ടാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ വീഞ്ഞ് സംഭവങ്ങൾ എന്നൊക്കെ. അത് ഞാൻ പറഞ്ഞ നമ്മളിപ്പം ചില കഷായങ്ങളൊക്കെ കഴിക്കുന്നില്ലേ, മെഡിസിൻസ്. എനിക്ക് തോന്നുന്നു ഇന്ന് ലോകത്തുള്ള മിക്ക മെഡിസിൻസിലും ഇത്ര പെർസെന്റേജ് ആൽക്കഹോളിന്റെ ഒരു പവർ ഉണ്ട്. എത്രയോ വളരെ പോയിന്റ് പെർസെന്റേജ് മിക്ക മെഡിസിൻസിലും, നമ്മുടെ ടാബ്ലറ്റ്സിലൊക്കെ പലതിലും ഉണ്ട്. അപ്പൊ അത് അനുവദനീയമാണ്. അതെന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഫിസിക്കൽ ബെറ്ററിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു ഇതാണ് അവിടെ പറയുന്നത്. അവന്റെ ഉദര രോഗത്തിന് വേണ്ടിയുള്ള, അത് മരുന്നായിട്ടാ പറയുന്നത്. നമ്മുടെ ഹൃദയത്തെ അറിയുന്നവനാണല്ലോ കർത്താവ്. നീ മരുന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇടയ്ക്കിടയ്ക്ക് എത്ര മരുന്നിരിക്കട്ടെ താങ്ങിക്കഴിഞ്ഞാ അത് ദൈവത്തിന് അറിയാം. അത് ദൈവത്തിന് അറിയാവുന്നതാണല്ലോ. അത് ഇതിന്റെ പറഞ്ഞേക്കുന്നത് ഈ ഒരു മരുന്നിന്റെ കേസിലാണ് പറഞ്ഞേക്കുന്നത്. അവന്റെ ഉദര സംബന്ധമായ രോഗവുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോ മുന്തിരി നമ്മൾ വെറുതെ പഞ്ചസാര ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഗോതമ്പോ സംഭവങ്ങളൊന്നും ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ, ഒരു 7 ദിവസം 10 ദിവസം കഴിയുമ്പോൾ അതിന് ചെറിയൊരു ലഹരി ഉണ്ടാവും, വളരെ മൈന്യൂട്ടായിട്ടുള്ള ലഹരി ഉണ്ടാവും. അതിന്റെ ഇത് ഊറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെട്ടുകള്ളിയിലൊന്നും ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും ചേർക്കണ്ടല്ലോ, ചെട്ടിക്കള്ള് എടുക്കണു, അത് അനുവദനീയമാണ്. അല്ല, അതിനകത്ത് മറ്റൊരു സംഭവം വരുന്നുണ്ട്. അത് വെജിറ്റേറിയൻ സംഭവം തന്നെയാണ് വരണമെങ്കിലും അതിൽ അവര് മറ്റേ സംഭവമൊക്കെ ചേർത്തിട്ട് എന്തോ ഒരു സാധനമൊക്കെ ഇത് ചെയ്തിട്ടാണല്ലോ. അല്ല, പക്ഷെ ചില സ്ഥലത്തൊക്കെ ഈ പാലക്കാടൊക്കെ കറക്റ്റ് പക്ക കിട്ടുന്നല്ല പറഞ്ഞത്. തെങ്ങുകൊല കെട്ടി വെച്ചിട്ട് അതും എന്തൊരു സംഭവം തേക്കും, എന്നിട്ട് കൊട്ടി ഇത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഊറിയുള്ള വരുന്ന സംഭവം. അതും പുളിച്ചു വരുന്നൊരു സാധനമാണല്ലോ. അതിനാണ് ആ സാധനം വരുന്നത്. ഇനി അതിന്റെ ലഹരിയുടെ അവസ്ഥ എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ കുറിച്ചൊന്നും സ്റ്റഡി ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് പിന്നെ അവിടെയൊക്കെ നോക്കുന്നത് നമ്മുടെ വേർപാടാണ്, നമ്മുടെ ഹൃദയത്തെ നോക്കുന്നതാണ് ദൈവം. അപ്പൊ അത് വെച്ചിട്ടാണ് ദൈവം അത് കൃത്യമായിട്ട് വിലയിരുത്തുന്നത്. ദൈവം അല്ലാണ്ട് ഇവൻ ഇങ്ങനെ എന്നുള്ളൊരു സംഭവമല്ല. ഞാൻ അത് പറഞ്ഞു, മെഡിസിൻ ഇപ്പം ഇപ്പൊ എനിക്കിപ്പോ ആന്റിബയോട്ടിക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ സൗണ്ടിന്റെ പ്രശ്നം. അപ്പൊ ആന്റിബയോട്ടിക്കിലൊക്കെ ഉണ്ടാവും എത്രയോ ശതമാനം. അപ്പൊ ഞാനിത് ആന്റിബയോട്ടിക് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും ഒരു ആന്റിബയോട്ടിക് അടിച്ചു കഴിഞ്ഞാൽ അത് ദൈവം കാണുന്നത് നമ്മുടെ മനസാക്ഷിയെ നോക്കുമല്ലോ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ നോക്കുന്നതാണല്ലോ ദൈവം. അപ്പൊ ആ വ്യത്യാസമാണ് ആ കാര്യത്തിലുള്ളത്. പിന്നെ എന്താണ് അതിന്റെ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓരോ കാര്യത്തിനുള്ളത്. യൂട്യൂബിൽ ഈ ഇഷ്യൂ ഒന്നും നോക്കിയപ്പോ ചില മാസ്റ്റർമാര് പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മദ്യപാനികൾ, അതായത് ഇത് കഴിച്ച് ഒരുപാട് ഓവറായി ലെക്ക് കെട്ടുകഴിഞ്ഞാൽ ദൈവരായിട്ട് പ്രവേശിക്കില്ല, ഇച്ചിരി കഴിക്കണതിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ 2-3 മാസ്റ്റർ സെയിം സംഭവം തന്നെ 2-3 ആൾക്കാർ ഇതേപോലെ. അത് നമ്മുടെ നാട്ടിലെ മാസ്റ്റർമാരല്ല കേട്ടാ, ഈ ഇംഗ്ലീഷുകാരിലെ. അത് ബേസിക്കലി ഓരോ രാജ്യത്തിന്റെയും രീതിയിലാണ് ഈ സാധനമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നോക്കുമ്പോൾ നമ്മളിപ്പോ ഹെയർ കട്ടിങ് പോലും വളരെ പെർഫെക്റ്റ് ചെയ്ത് പച്ച കുത്താതിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ പാസ്റ്റേഴ്സ് നോക്കുക, അവര് പച്ചയും കുത്തി ചെന്നി മുടനം ചെയ്ത് അതൊക്കെ വേറെ ഫ്രീക്ക്, അത് അവരുടെ ആ കൾച്ചറിന്റെ ഭാഗമായിട്ടൊക്കെ അവർ പോകുന്നത് പല കാര്യങ്ങളിലും. നമ്മളവിടെ കൾച്ചറിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ ആ വേർപാട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ വ്യത്യാസമാണ് നമ്മളവിടെ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ശിരോവസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്ന ഒരു നിയമം പുതിയ നിയമത്തിലുണ്ട്. ഇപ്പൊ യൂറോപ്യൻ സംഭവങ്ങൾ നീ എവിടെ എടുത്ത് സെർച്ച് ചെയ്തോ, ഏത് പാസ്റ്റർമാരുടെ ഏത് ടീമിന്റെ എടുത്തോ, ശിരോവസ്ത്രത്തെ കുറിച്ച് അവരൊരു കമന്റ് പോലും പറയില്ല, അതിനും കുഴപ്പമൊന്നുമില്ലെന്ന് പറയുള്ളൂ. അത് അന്നത്തെ കാലത്ത് കൊറിന്തിലെ സ്ത്രീകളോട് പറഞ്ഞാന്ന് പറയത്തുള്ളൂ. പക്ഷെ ആ ശിരോവസ്ത്രത്തിനൊരു കണക്ഷൻ ഉണ്ട്. ശിരോവസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ യഥാർത്ഥത്തിൽ നിന്റെ ദാമ്പത്തിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ത്രീ ഒരു പുരുഷനെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ. ആ ഒരു ദൈവത്തെ അംഗീകരിക്കുന്നതിന്റെ ഭാഗത്തോട് ചേർത്താണ് പുരുഷനെ അംഗീകരിക്കുന്ന ഭാഗം അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് ദൈവം. അപ്പൊ ശിരോവസ്ത്രം ധരിക്കാത്തടത്ത് വിവാഹബന്ധം പ്രത്യേകിച്ച് യാതൊരുവിധ ഒരു ബേർഡൻ മീൻസ് ഒരു വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന ഒരു പ്രശ്നം പോലും അല്ല. അവിടെ സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് മദർ എന്നൊക്കെ പറഞ്ഞ് 7-8 ഉണ്ടാവും. അവിടുത്തെ സ്റ്റഡി അങ്ങനെയാണ്. ആ സ്റ്റഡിയുടെ പിന്നാമ്പുറം അവരുടെ ഫിസിക്കൽ ലൈഫിൽ അവർ അനുഭവിക്കുന്നുണ്ട്.
ഉം. ഇത് തന്നെ നമ്മുടെയും ഇവിടുത്തെ സ്റ്റഡിയും എന്താണോ അതനുസരിച്ചിട്ട് ഇവിടുത്തെ രീതികൾ വ്യത്യാസമുണ്ട്. ഉം. അപ്പൊ യൂറോപ്പിലെ പല സ്റ്റഡികളും ബിബ്ലിക്കൽ സ്റ്റഡികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിൽ നേരെ എതിരാണ്. പക്ഷെ ആ എതിര് എപ്പോഴും അവരുടെ ആത്മാവ് നഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ ഭൗതികമായ അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരുന്നുണ്ട് ഈ കാര്യത്തിൽ. ഉം. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്, നിത്യജീവൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസവുമായി ഫെയ്ത്തുമായി റിലേറ്റഡ് ആണ്. ഉം. അപ്പൊ മദ്യപാനി സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഉം. കാരണം മദ്യപാനിക്ക് സുബോധം ഉണ്ടാവുന്ന സമയമില്ലല്ലോ. അതെ. അപ്പൊ പക്ഷെ ഈ ലിമിറ്റഡ് ആയിട്ട് കഴിക്കുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിന്റെ തൊട്ടുപുറത്തൊരു കാര്യം പറഞ്ഞേക്കാം, വ്യഭിചാരി സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഉം. അപ്പൊ ഞാൻ എപ്പോഴും ഒന്നുമില്ല ബ്രദറെ, എപ്പോഴും ഒന്നുമില്ല പാസ്റ്ററെ, വർഷത്തിലൊരിക്കലും വ്യഭിചാരം ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ എന്ത് പറയും? ഉം. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്തേക്കുന്നത്, വ്യഭിചാരിയും ആ. മദ്യപാനി സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ല, രണ്ടും ഒരുമിച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ലിമിറ്റഡ് മദ്യപാനി സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും, ലിമിറ്റഡ് വ്യഭിചാരി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ എപ്പോഴും ഒന്നുമില്ലപ്പാ, വർഷത്തിലൊരിക്കലുള്ളൂ. അപ്പൊ അത് എന്തു പറയും? ഇപ്പൊ യൂറോപ്പിലൊക്കെ സ്വാപ്പിംഗ് ഉണ്ടല്ലോ, ഞങ്ങള് വർഷത്തിലൊരിക്കൽ സ്വാപ്പിംഗ് ഉള്ളൂ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതെങ്ങനെ അത് ഇത് ചെയ്യാൻ പറ്റും? അപ്പൊ പല കാര്യത്തിലും നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസാക്ഷിയാണ് ഇപ്പൊ ഒരു പരിധി വരെ ഇതിനെയൊക്കെ കറക്റ്റ് ആയിട്ട് നിയന്ത്രിക്കുന്നത്. ദൈവം നോക്കും, നമ്മുടെ മനസാക്ഷിയെ നോക്കും. മനസാക്ഷി വഞ്ചിക്കാത്തവൻ രക്ഷപ്പെടും ഈ കാര്യത്തില്. റെവലേഷൻ ഇതാണ്, ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ആ പ്രോസസ്സിന്റെ ഭാഗം തന്നെയായിട്ടാണ് ക്ലിയർ ആയി. അത് ഒന്നാമത്തെ കേസ്, ബൈബിളിന്റെ നേരാവണ്ണം സ്റ്റഡി ചെയ്യാത്ത പലരും ഇതിനെക്കുറിച്ച് കുറെ ടോക്കുകളൊക്കെ ഇട്ടിട്ടുണ്ടെന്നേ. അത് ഞാൻ പറഞ്ഞു, ബേസിക്കലി ബൈബിൾ ഒരു ഗ്രാജുവൽ പ്രോസസ് ആണെന്നുള്ളത് സത്യം പറഞ്ഞു. ഇപ്പൊ ബൈബിള് അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിക്ക് എതിരെ പറയുന്നുണ്ടോ? അടിമത്തം നിർത്തലാക്കണം, അടിമത്തം പാടില്ല, ഒരു കൽപ്പന കൊടുത്തിട്ടില്ലേ ബൈബിള്? പക്ഷെ ഇപ്പുറത്ത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിമത്തത്തിന് എതിരാണ്, തീർന്നു. അത് അടിമത്തം എന്ന് പറയുന്ന സാധനം ഇനി ഇല്ല. അതാണ് ഒനേസിമോസിനെ ോട് പറയുന്നത്, ഫിലമോൻ അവൻ നിന്റെ അടിമയാണ്. യഥാർത്ഥത്തില് ഒനേസിമോസിന്റെ അടിമയാണ്, പൗലോസിന്റെ കൂടെയുള്ള സുവിശേഷകനായ ഒനേസിമോസിന്റെ അടിമയാണ് ഫിലമോൻ. പക്ഷെ ഫിലമോനെ നീ മകനെ പോലെ കാണണമെന്നാണ് പൗലോസിന്റെ പ്രബോധനം. അപ്പോ അതിലേക്ക് വരികയാണ് ന്യൂ ടെസ്റ്റമെന്റ്. അതൊരു ഗ്രാജുവൽ പ്രോസസ്. അതായത് ഇപ്പുറത്ത് ഇപ്പം നമുക്കിപ്പം നമ്മളിങ്ങനെ പറയുമല്ലോ, ഒരു ഒന്നിന് ഒരു വര, ആ വരയെ ചെറുതാക്കണമെങ്കിൽ അതിന്റെ ഇപ്പുറത്ത് വലിയൊരു വര ഇട്ടാൽ മതി. അപ്പം ഇവിടെ ഒരു പാപം നിൽക്കുകയാണ്, ആ പാപത്തെ എങ്ങനെ അതിന് ഇതില്ലാതെ ചെയ്യാൻ, നോ എന്ന് പാപത്തെ കുറിച്ച് പാപത്തോട് പറയാൻ വേണമെങ്കിൽ, അതാണ് പഴയ നിയമത്തിൽ നോ എന്ന് തന്നെ പറഞ്ഞത്. ഇത് ചെയ്യരുത് അരുതുകളുടെ കൽപ്പനയാണ് 10 കൽപ്പന കൊടുത്തത്. പക്ഷെ അതുകൊണ്ടൊന്നും പൂർണ്ണമായില്ല. അവിടെ കുറച്ചും കൂടി ഗ്രാജുവലായിട്ട് നിന്റെ അയൽക്കാരൻ ആരാണെന്നുള്ളൊരു ഉപമയിലൂടെ കർത്താവ് യേശു വ്യക്തമായിട്ട് പ്രബോധനം കൊടുക്കുകയാണ്. അപ്പൊ അതിലൂടെയാണ് ക്ലാരിറ്റി വരുന്നത്.